കഴിഞ്ഞ ശനിയാഴ്ച സെമിനാറിലെ ക്ലാസ് കഴിഞ്ഞ് പള്ളിയിൽ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഉച്ചയ്ക്ക്. കൊച്ചച്ഛനുണ്ട്. ആ സമയത്ത് എൻ്റെ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഒരു അമ്മിച്ച് വന്നിട്ടുണ്ട്. 10:30 മണി തൊട്ട് വെയിറ്റ് ചെയ്യാണ്, വിയാച്ചനെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ കൊച്ചച്ഛനുണ്ടായിരുന്നില്ല, അച്ഛനെ കണ്ടാൽ പോരായിരുന്നു. അല്ല, അച്ഛനെ തന്നെ കാണണമെന്ന് പറഞ്ഞു, വെയിറ്റ് ചെയ്യാണ്. ഞാൻ ഉടനെ ഭക്ഷണം കഴിച്ച് ഓഫീസിൽ അവരെ മീറ്റ് ചെയ്തു. അപ്പം അമ്മിച്ച് പറഞ്ഞു അച്ഛൻ 2 കുർബാനൊക്കെ പണം തരാനാണ്. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു ഓഫീസിലെ ആളുണ്ടായിരുന്നല്ല, കൊച്ചച്ഛനുണ്ടായിരുന്നല്ല, നിങ്ങൾക്ക് പൈസ അവിടെ കൊടുത്താൽ പോരായിരുന്നു. എന്നോട് ഇത്ര നേരം വെയിറ്റ് ചെയ്യുന്നതിനാ? അല്ല അച്ഛൻ, എനിക്ക് അച്ഛനെ കാണണമെന്നുണ്ടായിരുന്നു. നിങ്ങൾ ഇത്ര സമയം കളഞ്ഞില്ലേ? ഇല്ല അച്ഛൻ, ഞാൻ പള്ളിയിലിരിക്കുകയായിരുന്നു. അല്ല, പള്ളിയിരുന്നാലും നിങ്ങൾ ഇത്ര സമയം കളഞ്ഞില്ലേ? ഞാൻ ഈശോയുടെ കൂടി ഇരിക്കുമായിരുന്നവനെ, സമയം പോയില്ല. ഒരു മുട്ടം വടി കൊണ്ട് എൻ്റെ തലക്കടിച്ച പോലെയായി. ഞാൻ കൂളായി. അതിനുശേഷം അമ്മ പറഞ്ഞു അവരുടെ വീട്ടിൽ മേശപ്പുറത്ത് 12 വയസ്സുള്ള ഈശോ വന്നിരുന്ന് സംസാരിച്ചു. അവർ ചുറ്റുപ്പള്ളിയിൽ ഇതുവരെ പോയിട്ടില്ല. കഴിഞ്ഞ ആഴ്ച ആദ്യമായിട്ട് അവിടെ പോയപ്പോഴേക്കും അത് ഈശോയുടെ രൂപം പള്ളിയിൽ. ഇവരെവിടെ നിന്നാണ് വന്നതെന്ന് എനിക്കറിയില്ല, അവരുടെ പേരെനിക്കറിയില്ല. പക്ഷേ ഒരാഴ്ചയോടെ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന നല്ല വഴക്ക് പറഞ്ഞിട്ടാണ് അവർ പോയത്. ഇത് ഗോസ്പലിൽ ഈശോ ഫരിസേരെയും നിയമജ്ഞരെയും കണക്കിട്ട് വഴക്ക് പറയാണ്. ഈശോ ഹാർഷായിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. ബ്ലൈൻഡ് ഗൈഡ്സ്, ബ്ലൈൻഡ് ഫൂൾ. നാളത്തെ ഗോസ്പലിലേക്ക് വരുമ്പോൾ അണലി സന്തതികളെ, വെള്ളടിച്ച കുഴിമാടൻ എന്നൊക്കെ പറഞ്ഞ വഴക്ക് പറയുന്നത്. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഞങ്ങൾ അച്ഛന്മാർ ഇങ്ങനെ ആൾക്കാരെയൊക്കെ നന്നായിട്ട് വഴക്ക് പറയും, പക്ഷെ ഞങ്ങളെ വഴക്ക് പറയുന്നവർ വളരെ കുറവാണ്. ഇന്നത്തെ എൻ്റെ അപേക്ഷ ഇതാണ്, ഈശോയെ നീ ആരെങ്കിലുമൊക്കെ പറഞ്ഞു വിട്ട് ഞങ്ങളെ നന്നായിട്ട് വഴക്ക് പറയണേ.